ഈ സൂപ്പർ ഈസി ക്രോഷ്യ പഫ് ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാൽ ഒരു 3D എഫക്റ്റ് ഇല്ലേ? ഭയങ്കര ഈസിയാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം മാജിക് സർക്കിളാണ് ചെയ്യുന്നത്. മാജിക് സർക്കിൾ ക്ലിയർ അല്ലാത്തവർക്ക് ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, എല്ലാവരും കയറി നോക്കണേ. ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് 12 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 12 സിംഗിൾ ക്രോഷ ചെയ്യുമ്പോൾ അതിൽ കൂടെ നമുക്ക് 6 പെറ്റൽസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കത് ജോയിൻ ചെയ്യാനായിട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷയിലോട്ട് നമ്മുടെ ക്രോഷ ഹുക്ക് കയറ്റിയിട്ട് യാണിനെ നമ്മുടെ ആ ഹുക്കിലുള്ള യാണിക്കൂടെയും വലിച്ച് എടുക്കുക. എന്നിട്ട് ആ മാജിക് സർക്കിളിൻ്റെ ആ യാൺ വലിച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെ ആ സർക്കിൾ കുഞ്ഞതാകും. ഇനി നമുക്ക് പെറ്റൽസ് ആണ് ചെയ്യേണ്ടത്. പെറ്റൽസ് ചെയ്യാൻ ആദ്യം 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം ലൂപ്പിലോട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിലോട്ട് നമ്മുടെ ക്രോഷ ഹുക്ക് കയറ്റിയിട്ട് യാണിനെ വലിക്കുക. എന്നിട്ട് ആ സെയിം 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഇങ്ങനെ വലിച്ചാക്കുക. ദെൻ അത് എന്നിട്ട് നമുക്കിതുപോലെ 3 തവണയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു തവണ ചെയ്തില്ല, അതുപോലെ ഇനി 2 തവണയും കൂടെ യാൺ ഓവർ ചെയ്യുക. സെയിം സ്റ്റിച്ചിലോട്ട് കയറ്റുക, യാണിനെ വലിക്കുക. ഇപ്പോൾ 2 ഇനിയും 3-മതും കൂടെ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിലോട്ട് കയറ്റുക. ദെൻ യാണിനെ വലിച്ച് ആ ലെങ്ത് ആക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്രോഷ ഹുക്കിൽ 7 ലൂപ്സ് ആണുള്ളത്. ഇനി നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ അടുത്ത ലൂപ്പിൽ കൂടെ, അതായത് അടുത്ത സിംഗിൾ ക്രോഷയുടെ ആ സർക്കിളിൽ കൂടാണ് 3 തവണ ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സിംഗിൾ ക്രോഷയിൽ കൂടെ കയറ്റി നമ്മുടെ യാണിനെ വലിക്കുക. അപ്പോൾ 1 അടുത്ത യാൺ ഓവർ ചെയ്ത് ആ സെയിം ഇതിൽ കൂടെ തന്നെ വലിച്ച് 2-മത്തേതായി. ആൻഡ് ദെൻ പിന്നെയും യാൺ ഓവർ ചെയ്ത് ആ സെയിം ലൂപ്പിൽ കൂടെ തന്നെ യാണിനെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ക്രോഷ്യ ഹുക്കിൽ 13 ലൂപ്സ് ആണ് ഉള്ളത്. ഈ 13 ഇനി നമുക്കിതിനെ യാൺ ഓവർ ചെയ്തിട്ട് 12 എണ്ണത്തിൽ കൂടെ ഇറക്കണം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് മിച്ചമുണ്ട്. അത് യാൺ ഓവർ ചെയ്തിട്ട് ആ 2-ൽ കൂടെയും വലിച്ചെടുക്കുക. സോ അവിടെ ഒരു നോട്ട് പോലെ ഫോമായി. എന്നിട്ട് പിന്നെയും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ അടുത്ത സിംഗിൾ ക്രോഷയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സോ ആദ്യത്തെ പെറ്റൽ നമ്മുടെ ക്രിയേറ്റ് ആയി. ഇതുപോലെ നമുക്ക് 6 പ്രാവശ്യം ചെയ്യുക. ബാക്കി പെറ്റൽസ് ചെയ്യാനും ഈ സെയിം സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ആ സെയിം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ലൂപ്പിലോട്ട് തന്നെ യാൺ ഓവർ ചെയ്ത് 3 തവണ ചെയ്യുക. എന്നിട്ട് അടുത്ത സിംഗിൾ ക്രോഷയിലോട്ട് പിന്നെ 3 തവണ ചെയ്തിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. ഓക്കെ, സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതെ, നമ്മളെല്ലാ പെറ്റൽസും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ 12 ലൂപ്പിൽ കൂടെ നമ്മുടെ യാണിനെ വലിച്ചിട്ട് പിന്നെ ഒരു യാൺ ഓവർ ചെയ്ത് ബാക്കി 2 ലൂപ്പിൽ കൂടെയും വലിച്ചെടുത്തു. എന്നിട്ട് പിന്നെ 2 തവണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ 2-ൻ്റെയും ഇടയ്ക്കായിട്ടൊരു ലൂപ്പായിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത്. അങ്ങനെ നമ്മുടെ ക്രോഷ്യ പഫ് ഫ്ലവർ നമ്മളിവിടെ ചെയ്തിരിക്കുവാണ്. എല്ലാവർക്കും ഈസി വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഷോർട്സ് അല്ലാതെ ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.